ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത്, എന്തെല്ലാം റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്, ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞാലും മതി. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ അതിനോട് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് 5 ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരാൾ ഒരു വെപ്പൺ യൂസ് ചെയ്യുന്നുണ്ട്, പുറകിൽ ഒരാൾ വിഷമിച്ച് മുഖം താഴ്ത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ മേ ബി ഇത് മറ്റേ ആളുടേതായിരിക്കാം, അത് ഇയാൾ നേടിയെടുത്തതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരാളുടെ സാധനം നമ്മൾ നമ്മുടേതാക്കുക. അപ്പോൾ അവർ വേദനിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ പെയിൻഫുൾ ആക്കിക്കൊണ്ട് അവരുടെ കയ്യിലുള്ള സാധനങ്ങളെ നമ്മൾ സ്വന്തമാക്കുന്നതിനാണ് നമ്മൾ ഈ 5 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ചലഞ്ചിങ് സിറ്റുവേഷനാണ്, ഒരു കോൺഫ്ലിക്റ്റ് ആണ്, മത്സരമുണ്ട് എന്നൊക്കെയാണ് ഇത് പറയുന്നത്. അതുപോലെ സ്വാർത്ഥത എന്നത് തന്നെയാണ് വിന്നിങ് അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും നേടുക അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും ജയിക്കുക, അവനവന് ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് എന്തും ചെയ്യാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുക. ഇതാണ് 5 ഓഫ് സ്വോർഡ്സ്. ഇത് നമ്മൾക്ക് മറ്റുള്ളവരോട് തോന്നുന്നതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്നതാകാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിന്ന് ഇടപെടുന്ന ആളുകൾ നമ്മളെ വിനിയോഗിക്കുകയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളും മറ്റുള്ളവരോട് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് 5 ഓഫ് സ്വോർഡ്സ് അങ്ങനെ ഒരു മറ്റുള്ളവരുടെ മുതലെടുപ്പിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോഴേ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ മേടിക്കുക, നമ്മളെ കൊണ്ട് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മറ്റ് സാധനങ്ങൾ വാങ്ങിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നും പോയി ചാടരുത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വെയിറ്റ് ചെയ്തിരുന്ന പണം കിട്ടുമെന്നാണ്. അപ്പോൾ ഇത് നമുക്കൊരു പണമായാലും ഒരു പേഴ്സൺ ആയാലും ഒരു കമ്മിറ്റ്മെൻ്റ് ആയാലും നമ്മളിലേക്ക് മെല്ലെ മെല്ലെ വരുന്നു എന്നാണ്. അതായത് ഇതൊരു യൂണിവേഴ്സൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഒരു വസ്തുവാണ്. ഈ വരുന്നത് എന്തായാലും പണമായാലും പേഴ്സൺ ആയാലും ഒരു കമ്മിറ്റ്മെൻ്റ് ആയാലും നമ്മൾ ചില പാഠങ്ങൾ ഇതിൽ നിന്ന് നേടേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് പെൻറ്റക്കിൾ എനർജി ആയതുകൊണ്ട് പണമാകാം, മനുഷ്യരുടെ വിശ്വാസമാകാം, ഒരു പേഴ്സൺ തന്നെയാകാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എന്തോ ഒന്ന് ഇന്ന് നമ്മളിലേക്ക് വന്നു ചേരുന്നു എന്നാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തോ ഒന്ന് നമ്മളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ്. മോസ്റ്റ്ലി അത് പണമായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, തേർഡ് 5 ഓഫ് വാണ്ട്സ് ആണ്. ഇന്നലെയും ഫസ്റ്റ് കാർഡ് 5 ഓഫ് വാണ്ട് ആയിരുന്നു. അപ്പോൾ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് 5 ഓഫ് വാണ്ട്. അതായത് മാനസിക സംഘർഷം ഉണ്ടാകുന്ന രീതിയിൽ ആളുകളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് 5 ഓഫ് വാണ്ട്സ്. ഇതും പറഞ്ഞതുപോലെ ഒരു കോമ്പറ്റീഷൻ, ചലഞ്ച്, നമ്മളോട് മത്സരിക്കാനുള്ള ആളുകൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അപ്പോൾ അവർ നമ്മളോട് മത്സരിക്കുക എന്നുള്ളതാണ് ഈ 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. ദെൻ 4 ഓഫ് വാണ്ട്സ്. 4 ഓഫ് വാണ്ട്സ് പറയുന്നത് ഇതൊരു സെലിബ്രേഷൻ്റെ കാർഡാണ്. മേ ബി നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. കല്യാണമാകാം, കല്യാണ നിശ്ചയമാകാം. അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നതാണ്. മേ ബി ഒരു എൻഗേജ്മെൻറ്റിലേക്കോ ഒക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇത് വിദേശത്തുള്ള ആളുകൾ ഹോം കമ്മിങ്, നാട്ടിലേക്ക് വരുന്നതാണ്, വീട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു കാർഡാണ്. ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്, മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. മോസ്റ്റ്ലി ഇത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാകാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ എന്തൊരു പ്രവൃത്തിയാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊരു അച്ചീവ്മെൻറ്റ് നേടുക, ആ അച്ചീവ്മെൻറ്റ് നിങ്ങളിലേക്ക് വരിക, അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാനും കൂടെ 4 ഓഫ് വാണ്ട്സിന് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇത് 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ഒരു റീയൂണിയൻ്റെ കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ അകന്നു പോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഈ റീയൂണിയൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു ലവ് റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കരുത്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ആളുകളാവാം, വഴക്കുണ്ടാക്കി നിൽക്കുന്ന കൊളീഗ്സ് ആവാം, ബ്രദർ ആൻഡ് സിസ്റ്റർ ആകാം, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കാണെങ്കിൽ അങ്ങനെ ആവാം. റിയൂണിയൻ മീൻസ് ദ പേഴ്സൺസ് ദോസ് ഹു ആർ സെപ്പറേറ്റഡ്,
ആർ കമ്മിങ് ടുഗെദർ. അവർ പരസ്പരം അടുത്ത് വരുന്നു എന്നാണ് റീയൂണിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെപ്പോഴും ലവ് റിലേഷൻഷിപ്പ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകൾ നമ്മളിലേക്ക് തിരിച്ചു വന്ന് ഒരു റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നു എന്നാണ് മോസ്റ്റ്ലി പറയുന്നത്. ദെൻ നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ നിങ്ങളൊന്ന് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സോൾമേറ്റ്സ് ഇവിടെ ഒരു 5 ഓഫ് ഫണ്ട് കഴിഞ്ഞിട്ടാണ് 4 ഓഫ് ഫണ്ട് വന്നേക്കുന്നത്. അപ്പോൾ മിക്കവാറും സോൾമേറ്റുമായിട്ട് നല്ല ഇടിയായിരിക്കും, നല്ല വഴക്കായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കേട്ടോ. ദെൻ കിങ് ഓഫ് വാൺസ്, നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ ഇന്ന് എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിൽ നിന്ന് മാറി നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് കിങ് ഓഫ് വാണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തൊരു കാര്യമാണോ വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എൻഡിൽ അതിനെ ഏറ്റവും മനോഹരമായിട്ട് അതിനെ നേടിയതിന് ശേഷം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി മറ്റൊരു മേഖലയിലേക്ക് കടക്കുന്നതാകാം. നിങ്ങൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മേഖല ഉണ്ടാകാം, അതിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു മേഖലയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കിങ് ഓഫ് വാൺസ് പറയുന്നത്. ഇവിടെ രാജാവാണ്, മച്ചുവറായിട്ടുള്ള പേഴ്സൺ ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ടാർഗറ്റ് ചെയ്താൽ ആ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വി വിൽ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ അനദർ ടാർഗറ്റ്. നമ്മൾ അതിൽ ഉറച്ച് നിൽക്കില്ല, നെക്സ്റ്റ് 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 എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് കിങ് ഓഫ് വാൺസ്. ശരിക്കും പറഞ്ഞൊരു ഫ്ലേർട്ടി എനർജിയാണ്. ചിലപ്പോൾ ഒന്ന് വായി നോക്കാനൊക്കെ ഒരു ടെൻഡൻസി ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് ടവറാണ്. വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അട്ടിമറി ഉണ്ടാവുക, വീഴ്ച ഉണ്ടാവുക, അടി കെട്ടുക, അടി തെറ്റി വീഴുക, ഇതൊക്കെയാണ് ടവർ കേട്ടോ. ടവർ എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഉൾട്ടാ അടിക്കുക എന്നാണ്. അതായത് പെട്ടെന്നൊരു അട്ടിമറി ഉണ്ടാവുക, പെട്ടെന്നൊരു തിരിച്ചടി കിട്ടുക എന്നൊക്കെയാണ് ഈ ടവർ പറയുന്നത്. മോസ്റ്റ്ലി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസവും ഈ ടവർ വന്നപ്പോൾ ഞാൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ് കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ടവർ. ശ്രദ്ധിക്കണം, വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട്, ഒരുപാട് ടാസ്കുകൾ ചെയ്യാനുണ്ട്. അതാണ് 7 ഓഫ് കപ്സ്. 7 കപ്സ് ഉണ്ട്. അപ്പോൾ ഒരു കപ്പ മീൻസ് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി. ഇന്ന് ആ ഒരു പ്രവൃത്തിയല്ല, നിങ്ങൾ മറ്റൊരുപാട് കാര്യങ്ങളിലും നിങ്ങളിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മൾട്ടി ടാസ്കിങ് ആണ്, എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ എന്നും ചെയ്യുന്നതല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് 7 ഓഫ് കപ്സ് പറയുന്നത്. ഇല്യൂഷൻഡ് ആയിരിക്കും, നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും, അത് വേണോ ഇത് വേണോ. അതായത് പ്രയോറിറ്റീസും ഓപ്പർച്യൂണിറ്റീസും കൂടുതലാകുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇതിലേതാണ് വിച്ച് വൺ ഈസ് ബെറ്റർ എന്നൊരു കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് ഒരു ഇല്യൂഷൻഡ് ആയിരിക്കും. നമ്മൾ കണ്ണ് കെട്ടുക എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു അവസ്ഥയാണ്. മായാജാലത്തിൽ പെടുക. അപ്പോൾ ഒരു പർച്ചേസിന് പോയാൽ തന്നെ നിങ്ങൾ കുറേ എണ്ണം കാണുമ്പോഴത്തേക്ക് ഇല്യൂഷൻഡ് ആവും, ആകെപ്പാടെ കൺഫ്യൂഷൻ ആവും, ഇതിലേതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. അത്തരത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ സാധ്യതയുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വീടിൻ്റെ തറക്കല്ലിടുക, പിന്നെ കട്ടിള വയ്ക്കുക, ചിലപ്പോൾ വാർക്ക നടക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന ആളുകളുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ലോൺ എടുക്കുന്നതായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഗോൾഡ് പണയം വയ്ക്കുക, പണയം എടുക്കുക, അങ്ങനെയുള്ള എനർജിയൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. പേജ് ഓഫ് വാൺസ് ആണ്. ഇത് ഒരു റിസ്ക് എടുക്കുന്ന എനർജിയാണ്. നിങ്ങളുടെ വാണ്ട് നിങ്ങളുടെ ഒരു പാഷനെ പിന്തുടരുവാണ്. അതിൽ പാതി വഴിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു പാഷനായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇന്ന ദിവസം വീണ്ടും അത് ചെയ്യണമെന്ന് തോന്നിയിട്ട് നിങ്ങൾ അതിൽ എന്തെങ്കിലും അഡീഷൻ ഇന്ന് അതിൽ എന്തെങ്കിലും ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് വാൺസ്. വളരെ അത്യുത്സാഹത്തോടു കൂടി എന്ത് റിസ്ക്കും എടുത്തിട്ട് ഈ പാഷനെ ചേസ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഈ പേജ് ഓഫ് വാണ്ടിനെ നമ്മൾ കാണുന്നത്. ഓക്കെ. വളരെ എൻത്യൂസിയാസ്റ്റിക് ആണ് ഇന്നത് കേട്ടോ, വളരെ എൻത്യൂസിയാസ്റ്റിക് ആണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് പണം കിട്ടാൻ സാധ്യത കുറവാണ്. ബിക്കോസ് ബോട്ടം ഡെക്ക് ഡെത്താണ്. അപ്പോൾ നെഗറ്റീവ് കാർഡാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. പണം വെയിറ്റ് ചെയ്യുന്ന ആളുകളോട് സോറി, ഇന്ന് പണം കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന കുറേ ആളുകളുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ഇത് പണം വെയിറ്റ് ചെയ്യുന്ന ആളുകളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പണമല്ലിത്. ഇത് നിങ്ങൾ
പണം നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിനകത്ത് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടാനുള്ള പണമാണ്, നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള പണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ ഒരു പ്രവൃത്തി ഇന്ന് ചെയ്യും, അല്ലെങ്കിൽ ആ പണം നിങ്ങളിലേക്ക് ഇന്ന് വരാൻ സാധ്യതയുണ്ടെന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് നിങ്ങൾ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം വെയിറ്റ് ചെയ്യുന്നതാണ്. അത് ഇന്ന് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. നിങ്ങൾ ഇന്ന് കിട്ടും എന്ന് വിചാരിച്ചായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ അത് കിട്ടാൻ സാധ്യതയില്ല. ദെൻ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്ന് ജനറസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ഉദാരമനസ്കത കാണിക്കുക, ഉദാരമായിട്ട് ചിന്തിക്കുക, മറ്റുള്ളവർക്കും കൂടെയൊക്കെ കൊടുക്കുക. അതുപോലെ ഒരു ബാലൻസിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ അമിതമായിട്ട് പണം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരാഴ്ച 2 ആഴ്ചക്കകത്ത് കുറച്ചധികം പൈസ, പെട്ടെന്നൊരു പൈസയ്ക്ക് ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൈസ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഓർക്കുക, നിങ്ങൾക്ക് ഒരു 2 ആഴ്ചക്കകത്ത് വളരെ ആവശ്യമുള്ള പൈസയ്ക്ക് വളരെ ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പൈസ കാണത്തില്ല. അപ്പോൾ ഇപ്പോൾ പൈസ ചിലവാക്കുന്നത് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അന്നേരം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓടേണ്ടി വരത്തില്ല. ഓക്കെ, അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് അർഹമല്ലാത്ത ഇടങ്ങളിലേക്ക് നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. അർഹതയുള്ള മറ്റ് ചില ഇടങ്ങളുണ്ട്, അവിടോട്ട് നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും, ആ സമയത്ത് കാണൂല എന്നാണ്. ഓക്കെ, ബോട്ടം വന്നിരിക്കുന്നത് ഡെത്താണ്. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങളിലെ കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, നിങ്ങളെ പുറകോട്ട് പിടിക്കുന്ന ചില മോശം കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, എൻഡായി പോകുന്നു എന്നാണ്. ഡെത്ത് കാർഡാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ ആണെന്നൊക്കെ പറഞ്ഞാലും എന്തൊക്കെയോ എൻഡായി പോകുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡായി പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്തതിനെ നിങ്ങൾ തന്നെ ഉപേക്ഷിക്കുന്നതാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്നുള്ളതുകൊണ്ട് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിന്ന് എടുത്ത് കളയുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത് കേട്ടോ. അപ്പം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.